നമ്മുടെ രാജ്യം ഈ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ന്യൂട്രീഷൻ വീക്കായിട്ട് ആചരിക്കുകയാണ്. ഈ ഒരു വേളയിൽ പുല്ലൂർ പെരിയാർ ഗ്രാമപഞ്ചായത്തും കൃഷി വിജ്ഞാന കേന്ദ്രയും സംയുക്തമായിട്ട് പെരിയ വില്ലേജിലെ പുളിക്കാലിൽ ഒരു മാതൃകാ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുകയും അത് വിപണനം നടത്തുകയും ചെയ്യുന്ന ഒരു മാതൃകാ പദ്ധതിക്കാണ് സംസ്ഥാനത്ത് ആദ്യമായി നമ്മുടെ പഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്നത്. ഓരോ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡർഡൈസ് ചെയ്ത പ്രോഡക്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈദരാബാദിലെ NIN, ധാർവാഡ് യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡൈസ് ചെയ്ത പ്രോഡക്റ്റ്, തമിഴ്നാട് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, CPCRI ഇവരുടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത പ്രോഡക്റ്റ് അതിൻ്റെ പ്രത്യേക ട്രെയിനിങ് ഡോക്ടർ സരിത ഹെഗ്ഡെ മാഡത്തിൻ്റെ കീഴിൽ ലഭിക്കുകയുണ്ടായി. കുടുംബശ്രീ സംരംഭകരായിട്ടുള്ള ഇവിടുത്തെ വീട്ടമ്മമാർ ഇങ്ങനെ ഒരാശയം പഞ്ചായത്തിൻ്റെ മുന്നിൽ വെച്ചത് സ്വാഭാവികമായിട്ടൊരു വേറിട്ട പദ്ധതി എന്ന നിലയിൽ ഈ പദ്ധതിയെ ഉൾക്കൊള്ളുവാനും അത് നടപ്പിലാക്കാനും പഞ്ചായത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ ആരോഗ്യം എന്നുള്ളത്. ഇന്നത്തെ ഭക്ഷണശീലമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ രോഗികളാക്കി മാറ്റുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ വളരെ കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണശീലം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ആ ഒരു ഭക്ഷണശീലത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള കാർഷിക മേഖലയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിട്ട്. ഇതിൻ്റെ സന്ദേശം എത്തിക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി കഴിയണം. ലോകത്തിലെ എല്ലാ സംരംഭവും ആദ്യം തുടങ്ങിയിട്ടത് ഇങ്ങനെ ചെറിയ യൂണിറ്റുകളായിട്ട് തന്നെയാണ്. അത്തരം യൂണിറ്റുകൾ തന്നെയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. നമുക്കറിയാം, V-Guard എന്ന് പറയുന്ന കമ്പനിയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു സാധാരണ സ്പാൻഡർ എടുത്ത് നാട്ടിലെ മോട്ടോർ നന്നാക്കാൻ പോയിട്ടുള്ള ഒരാളാണ് ഇന്ന് V-Guard എന്ന് പറയും. അയാളാണ് ഇന്ന് കേരളത്തിലെ പാവങ്ങളായിട്ടുള്ള എത്രയോ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസിന് ഇത് സഹായം ചെയ്യാനും കഴിയുന്ന കേരളത്തിലെ ആദ്യത്തെ 5 വ്യവസായികളുടെ ഒരാളായിട്ട് മാറിയിട്ടുള്ളത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ കഥകൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടക്കം ചെറുതായാലും ഇത് നാളെ വലിയ ഒരു സംരംഭമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. ഈ സഹോദരിമാർക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, മറ്റ് CPC ഉദ്യോഗസ്ഥന്മാരായ 23-24 സാമ്പത്തിക വർഷത്തിലാണ് നമ്മൾ സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ടിയിട്ട് പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3 യൂണിറ്റുകൾക്കാണ് പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു യൂണിറ്റ് SAS മില്ലറ്റ് യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റാണ് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം നടത്തിയത്. ഗർഭിണികൾക്കുള്ള വസ്ത്രം, അതിൻ്റെ നിർമ്മാണ യൂണിറ്റ് കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. മറ്റൊരു യൂണിറ്റ് എന്തായാലും ഈ മാസം അവസാനത്തോടെ അടുത്ത മാസം ആദ്യത്തോടെ ഉദ്ഘാടനം ഉണ്ടാവും. അത് ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പാണ് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മാലിന്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഡിന്നർ സെറ്റ് എന്ന് വെച്ചാൽ ഗ്ലാസ് പ്ലേറ്റും ഗ്ലാസ് പ്ലേറ്റ് അതുപോലുള്ള സാധനങ്ങൾ എത്തിക്കുന്ന ഒരു ഡിന്നർ സെറ്റ് യൂണിറ്റ്. അതിൽ തന്നെ SAS ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യുണീക്കാണ്, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഒരു സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ടൈലറിങ് യൂണിറ്റാണ്. എവിടെ നോക്കിയാലും ടൈലറിങ് യൂണിറ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അവർക്ക് മാർക്കറ്റ് കിട്ടാതാവുകയും ഓരോ മിഷൻ ഓരോ വീട്ടിലേക്കും കൊണ്ടുപോവുകയും പിന്നെ അത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥയാണ്. അത് സ്വീകരിക്കും.
അവരുടെ ഒരു ഉൽപ്പന്നം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വാങ്ങിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും വലിയ പരസ്യം. നമുക്കറിയാം അജ്മി പുട്ടുപൊടി, അജ്മി എന്ന് പറയുന്ന കമ്പനിയുടെ അവരൊരു മുറിക്കുള്ളിൽ തുടങ്ങിയായിരുന്നു. അവർ പൊടി ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നു. പക്ഷേ അതിന് ആൾക്കാർ കൂടി വന്നപ്പോഴാണ് അവർ വലിയൊരു വ്യവസായത്തിലേക്ക് മാറി. അപ്പോൾ അതേപോലെ ഇതൊരു ബ്രാൻഡായി മാറണം. തുകയ്ക്ക് മാത്രമേ അവർ തിരിച്ചടവും അതിൻ്റേതായിട്ടുള്ള പലിശ നൽകേണ്ടതുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് കുടുംബശ്രീ യൂണിറ്റുകളും അതുപോലുള്ള പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സംരംഭങ്ങളൊക്കെ നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റും. ഉൽപ്പന്നം പുറത്തേക്ക് ഇറക്കുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന അവരുടെ ലോഗോയാണ്. എനിക്ക് അവരുടെ ലോഗോ വളരെ ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിലുള്ള ഒരു ലോഗോ. അതെ അല്ലേ, 30 സെക്കൻഡുള്ള റീൽസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അതിനൊക്കെ പുറമെ ആവശ്യമുള്ളത് ഉപയോഗിച്ചവരുടെ അഭിപ്രായമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പരസ്യം. ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ എവരി വൺ, എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്ന ഒരു തീമിലാണ് ഈ ഒരാഴ്ചയിൽ ഭാരതത്തിലെമ്പാടും നമ്മൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ പറ്റുന്നത് വളരെ 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 നല്ലൊരു കാര്യമാണ്. അതിൽ നിങ്ങൾ ഈ സംരംഭകർ ഓരോരുത്തർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനും എല്ലാ അംഗങ്ങൾക്കും ഓഫീസേഴ്സിനും ഒക്കെ വളരെ വളരെ ಅಭಿನಂದನೆಗಳು. ಇವತ್ತು ನಮಗೆ ಕೃಷಿ ವಿಜ್ಞಾನ ಕೇಂದ್ರದ ಮುಖ್ಯ ಉದ್ದೇಶ ಏನಂತ ಹೇಳಿದರೆ ಈ ತಂತ್ರಜ್ಞಾನ ಏನಿದೆ ಅದನ್ನು ಕೃಷಿಕರಿಗೆ ಪಸರಿಸುವಂಥದ್ದು ನಮ್ಮ ಮುಖ್ಯ ಉದ್ದೇಶ. ചേർക്കാതെ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നാച്ചുറലായിട്ട് ചെയ്ത പ്രോഡക്ಟ್സ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ನಾನೊಂದು ನ್ಯೂಟ್ರಿಷನಿಸ್ಟ್ ಮುಖ್ಯವಾಗಿ. ಹಾಗಾಗಿ ಟೆಕ್ನಾಲಜಿ ತಂತ್ರಜ್ಞಾನ ಅಂದರೆ ಟೆಕ್ನಾಲಜಿ ಎಂದು പറയുമ്പോൾ ഈ പ്രോസസ്ഡ് പ്രോഡക്റ്റ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാതെ നാച്ചുറലായിട്ട് പ്രോസസ്സ് ചെയ്ത പ്രോഡക്ട്സ് ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ഇത് ಪ್ರಮೋಟ್ ചെയ്യുന്നത്. ಈ ಒಂದು ನಿಟ್ಟಿನಲ್ಲಿ ಅದನ್ನು ನಾವು ಮುಖ್ಯವಾಗಿ ನೆನಪಿಸ್ಕೊಳ್ಬೇಕು. ಈ ವೀಕ್, ಈ ಎಂಟೈರ್ ಮಂತ್ ನ್ಯಾಷನಲ್ ನ್ಯೂಟ್ರಿಷನ್ ಮಂತ್, ಈ ವೀಕ್ ಪ್ರತ್ಯೇಕವಾಗಿ ನ್ಯಾಷನಲ್ ನ್ಯೂಟ್ರಿಷನ್ ವೀಕ್ ಅಂತ ನಾವು ಆಚರಿಸ್ತೇವೆ ದೇಶಾದ್ಯಂತ. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಈ ಒಂದು ಯೂನಿಟ್ ಇನಾಗ್ರೇಟ್ ಆಗೋದು ಅವರು ಹೇಳಿದಾಗೆ ಬಹಳ ಒಂದು ನಮಗೆ ಒಳ್ಳೆಯ ಒಂದು ಅವಕಾಶ, ನಮ್ಮ ಒಂದು ಕೆಲಸವನ್ನು ತೋರಿಸುವಂಥದ್ದು. ഈ ഒരു ഉദ്യമത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചതിന് നന്ദി. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും പോഷക പൗഡർ, റാഗി പൗഡർ, മില്ലറ്റ് മിക്സ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങളാണ് ഈ ചെറിയ യൂണിറ്റിലൂടെ വിഭാവനം ചെയ്യുന്നത്. നാളെ ഈ സംരംഭം വലിയൊരു സംരംഭമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മാത്രമാണിത്.
ഇതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.